മക്കളെ അങ്ങനെ ക്ലാസ് 10 CBSE ക്ലാസ് 12 CBSE റിസൾട്ട് ഒക്കെ ഔട്ടായിരിക്കുകയാണ്. മക്കളെല്ലാവരും തന്നെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിലായിരിക്കും എന്നറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. മക്കളെല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് തന്നെ റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ആഗ്രഹിച്ച അത്ര റിസൾട്ടിലേക്ക് എത്താത്തവരായിട്ട് കുറേ പേരുണ്ടായിരിക്കും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അത്രയും ബുദ്ധിമുട്ടി പഠിച്ച് എന്നിട്ടും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, നമ്മളത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റീവാലുവേഷൻ സൗകര്യം സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇതിനായിട്ട് 3 ഫെസിലിറ്റീസ് ആണ് സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഒന്നാമതെന്ന് പറയുമ്പം വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ആണ്. രണ്ടാമതെന്ന് പറയുമ്പം നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ അതായത് ഇവാലുവേറ്റഡ് കോപ്പി ഓഫ് ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മൂന്നാമതെന്ന് പറയുമ്പോൾ റീവാലുവേഷൻ ആണ്. ഈ 3 സൗകര്യങ്ങളും സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് ആണ്. വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്സ് മാത്രമാണ് ഇവിടെ വെരിഫൈ ചെയ്യുക. കൂടാതെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ ആൻസർ ഷീറ്റ് വീണ്ടും റീവാലുവേഷനോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, മാർക്സ് മാത്രം വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ ഓഫ് മാർക്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് മക്കളെ പ്രോസസ്സിംഗ് ഫീ വരുന്നത്. അതായത് 500 രൂപ പെർ സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ 2 സബ്ജക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1000 റുപ്പീസ് ആയിരിക്കും വരിക. ഇതിപ്പോൾ ക്ലാസ് 12 CBSE ആണെങ്കിലും ക്ലാസ് 10 CBSE ആണെങ്കിലും അപ്ലൈ ചെയ്യുന്ന ഡേറ്റിൽ വേരിയേഷൻ ഉണ്ട്. അതായത് പറയുകയാണെങ്കിൽ മെയ് 17 മുതൽ മെയ് 21 വരെയാണ് ക്ലാസ് 12 CBSEയിൽ നമ്മുടെ ഈ ഒരു വെരിഫിക്കേഷൻ ഓഫ് മാർക്സിന് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വരുന്നത്. സബ്ജക്റ്റിൻ്റെ പൈസ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു സബ്ജക്റ്റിന് 500 രൂപ വെച്ചിട്ടാണ് വരിക. ഇതേപോലെ തന്നെ ക്ലാസ് 10 CBSE ആണെങ്കിൽ പൈസയ്ക്ക് യാതൊരു മാറ്റവും പെർ സബ്ജക്റ്റ് 500 റുപ്പീസ് തന്നെയാണ്. പക്ഷേ ഡേറ്റിൽ മാറ്റമുണ്ട്. അതായത് മെയ് മാസം 20 മുതൽ മെയ് 24 വരെയാണ് സമയം ഉണ്ടായിരിക്കുക ഇതിനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ ഇത്രയും സമയത്തിനുള്ളിൽ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക. അതിനുള്ള റിസൾട്ടും സൈറ്റിൽ തന്നെയായിരിക്കും ലഭ്യമാക്കുക. നിങ്ങൾക്ക് വേറെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. മക്കൾ വീണ്ടും സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വേണം പരിശോധിക്കാനായിട്ട്. അപ്പോൾ മക്കളെ രണ്ടാമത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ടു ഒബ്റ്റെയിൻ ദ ഫോട്ടോ കോപ്പി ഓഫ് ഇവാലുവേറ്റഡ് ആൻസർ ബുക്ക് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത വെരിഫിക്കേഷൻ ഓഫ് മാർക്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് മാർക്സ് വെരിഫൈഡ് ആയിട്ട് കണ്ടു നമ്മൾ, എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ ഷീറ്റ് നമുക്ക് ലഭ്യമാകും. അതായത് നിങ്ങളുടെ ഇവാലുവേറ്റഡ് ആയിട്ടുള്ള ആൻസർ ബുക്കിൻ്റെ കോപ്പി ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുക. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് വരുന്നത് ആൻസർ ബുക്കിന്, ഒരു ആൻസർ ബുക്കിന് 700 രൂപ വെച്ചിട്ടാണ് +2 CBSE സ്റ്റുഡൻസിന് വരുന്നത്. പക്ഷേ നിങ്ങൾ 10th CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയാണ് പെർ ആൻസർ ബുക്കിന് വരുന്നുണ്ടാവുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വെരിഫിക്കേഷൻ ഓഫ് മാർക്സിന് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 2ലേക്ക് വരിക. അതായത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ ഷീറ്റിലേക്ക് വരിക. ഇതിലെ ഡേറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ +2 CBSE സ്റ്റുഡൻ്റ് ആണ് മക്കളെങ്കിൽ, അതായത് നമുക്ക് ഡേറ്റ് വരുന്നത് മെയ് മാസമല്ല, ജൂൺ 1 മുതൽ ജൂൺ 2-ാം തീയതി വരെയാണ്. 2 ദിവസം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതായത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് തന്നെയാണ്. 700 രൂപയാണ്, കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെ തന്നെ 10th CBSE സ്റ്റുഡൻ്റ് ആണ് മക്കളെങ്കിൽ അത് ജൂൺ 4 മുതൽ ജൂൺ 5-ാം തീയതി വരെയാണ് ഡേറ്റ് വരുന്നത്. അതും 2 ദിവസം തന്നെയാണ്. പൈസ പറഞ്ഞു കഴിഞ്ഞു, 500 രൂപയാണ്. അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ബുക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയായിട്ട് എഴുതി ഏതൊക്കെ തെറ്റായിട്ട് എഴുതി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു മാർക്കിംഗ് സ്കീം ഉണ്ടായിരിക്കും. മക്കൾ അത് വെച്ച് പരിശോധിക്കുക. ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യനും നമുക്ക് അവാർഡ് ചെയ്തിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് മക്കൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോ മക്കളെ ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പം ദ റീവാലുവേഷൻ ഓഫ് ആൻസർ ബുക്ക് ആണ്. അതായത് നമ്മൾ റീവാലുവേഷന് കൊടുക്കുകയാണ് അല്ലേ. അതായത് നിങ്ങൾ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും മക്കൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ ആൻസർ ബുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, മാർക്സ് വെരിഫൈഡ് ആണ്, എന്നിട്ടും മക്കൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ സബ്ജക്റ്റിനല്ല പൈസ ഈടാക്കുന്നത്, ഒരു ക്വസ്റ്റ്യനാണ് മക്കളെ പൈസ ഈടാക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 100 രൂപ വെച്ചിട്ടായിരിക്കും ഈടാക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യേണ്ടത് അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് ടൈം തന്നെ മക്കളെ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ പറയുവാണെങ്കിൽ ഡേറ്റ് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ക്ലാസ് 12 CBSE സ്റ്റുഡൻ്റ് ആണ് മക്കളെങ്കിൽ അത് ഓൺലൈനിൽ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടതായിരിക്കുക. ഡേറ്റ് ആണെങ്കിൽ ജൂൺ 6 മുതൽ ജൂൺ 7 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 ദിവസം മാത്രമേ ഉള്ളൂ. അതേസമയം ക്ലാസ് 10 CBSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജൂൺ 9 മുതൽ ജൂൺ 10 വരെ ആയിരിക്കും ഡേറ്റ് ഉണ്ടായിരിക്കുക. പൈസ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 100 രൂപ വെച്ചിട്ടായിരിക്കും ഈടാക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക, റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തു, നമ്മുടെ മാർക്ക് ഫോർ എക്സാമ്പിൾ 60 ആയിരുന്നു ആദ്യം മാർക്ക് ഉണ്ടായിരുന്നത്. മാർക്ക് എന്ന് പറയുന്നത് 64 ആയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ടിൽ ഏത് മാർക്കാണ് ഉണ്ടാവുക, അതായത് നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് അതാണ് മക്കളെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവുക.
അതിപ്പം മാർക്ക് ഇൻക്രീസ് ആയി കഴിഞ്ഞാലും മാർക്ക് ഡിക്രീസ് ആയി കഴിഞ്ഞാലും ഫൈനൽ റിസൾട്ടിൽ ആ ഒരു മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ മാർക്ക് ഡിക്രീസ് ആവാനുള്ള ചാൻസും ഉണ്ടെന്ന് മക്കളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ 60 മാർക്കായിരുന്നു, അത് 58 ആയിട്ടുണ്ടെങ്കിൽ 58 ആയിരിക്കും മക്കളെ എന്ത് വരിക, ഫൈനൽ റിസൾട്ടിൽ വരിക. അപ്പോൾ മക്കളെത്രയും ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത്രയും പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് ചെയ്യുക, എല്ലാം ഓൺലൈനായിട്ട് മാത്രം ചെയ്യുക. അതേപോലെ പൈസ അടക്കുന്നതും ഒക്കെ എന്താണ്, ഓൺലൈനായിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനലിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺ, ബൈ.